ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്കൊരു പരിപാടിക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാത്രം വീഡിയോ എടുക്കുകയാണെങ്കിൽ ആകെ 1-2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇടാൻ ഉണ്ടാവില്ലല്ലോ. എന്നാൽ പിന്നെ അന്ന് ചെയ്യണ ബാക്കി കാര്യങ്ങളും കൂടെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയൊരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതപ്പിൻ്റെ ഒരുവിധം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 11:30 ആ സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വീക്ക്ലി വൺസ് നമ്മൾ ചെയ്യൂലേ അങ്ങനെ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ദിവസം പകുതിയിലധികം സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യണതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും അത്യാവശ്യം നീറ്റായിട്ട് വെക്കാൻ വേണ്ടി നോക്കലുണ്ട്. പക്ഷെ എന്നാലും വീക്ക്ലി വൺസ് ഒക്കെ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കാത്ത കുറച്ച് ഏരിയാസ് ഉണ്ടാവുമല്ലോ. അപ്പം ഡെയിലി ക്ലീൻ ആക്കുന്ന ഏരിയ എന്ന് പറയുമ്പം സിങ്കിൻ്റെ ഏരിയ, ഗ്യാസ് സ്റ്റൗ, ഫ്ലോറ് അതൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും. പക്ഷെ അതല്ലാണ്ട് കുറച്ച് ഏരിയാസ് ഈ ഷെൽഫ്, കബോർഡ്സ് അതൊന്നും ഡെയിലി തുടക്കൂലല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വീക്ക്ലി ഒരു ദിവസം മാറ്റി വെക്കലാണ്. ഇത് വേറെ റൂമിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈക്ക് കിച്ചണ് മാത്രമല്ല, ഹോളാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ ദിവസം മാറ്റി വെച്ചാൽ മതി. അപ്പം നമുക്ക് പിന്നെ അങ്ങനെ മാസത്തിലൊരിക്കൽ ഭയങ്കര ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എത്തിയതിൻ്റെ ശേഷം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോസ് ഇഷ്ടാവുമല്ലേ എന്ന് എനിക്ക് ഉറപ്പില്ലാന്ന്. കാരണം ഡെയിലി ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങളാണല്ലോ കാണിക്കുന്നത്. ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണല്ലോ ഡെയിലി ചെയ്യണതും. പക്ഷേ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല റെസ്പോൺസ് തന്നെയാണ് തന്നിട്ടുള്ളത്. എസ്പെഷ്യലി എനിക്ക് നിങ്ങൾ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. കാരണം ഞാൻ വന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 1-2 വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളെ റെസ്പോണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോസ് ഇടാം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ ഓക്കെയാണ് കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കണേ. പിന്നെ ഡെയിലി വീഡിയോ ഇടുമെന്നൊക്കെ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി വീഡിയോ ഇടൽ പോസിബിൾ അല്ല. കാരണം ഡെയിലി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യലൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യലുള്ളൂ. പിന്നെ അധികം പുറത്ത് പോകാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അന്ന് ഞാനൊരു വീഡിയോ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യും. എന്നും ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം കണ്ട് ബോറടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും 50,000 എബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കൽ പോസിബിൾ അല്ലല്ലോ. അപ്പം 1-2 പേർക്ക് അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. എന്തായാലും 1-2 പേർക്ക് എന്തെങ്കിലും, അത് എന്താണെന്നൊന്നുമില്ല, എൻ്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റ്സും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കും എന്ന് ഞാൻ കുറേ ആലോചിച്ചു. കാരണം എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഒരുപോലെ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അല്ലേ, അതിന് ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്ത് പോയാൽ മതി. ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രം എടുത്തിട്ട് അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടില്ല, അതായത് എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അത് കുറേ പേരുണ്ടാവും, ചിലപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായിരുന്നു. അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയ്ക്കിൻ്റെ ഫുൾ ക്ലീനിങ്ങും കുളിക്കലും നിസ്കരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു ഈവനിങ് ടൈം ആവാൻ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല അടിപൊളി ഇനി പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് സൺസെറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു സമയമൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ടും മതിയാവണില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹനാൻ ഷായും വേറെ കുറച്ച് സിംഗേഴ്സൊക്കെ വരുന്ന ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിനായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പരിപാടീൻ്റെ സ്പോൺസേഴ്സിൽ എൻ്റെ കാക്കൂൻ്റെ കമ്പനിയും പിന്നെ അവർക്ക് തന്നെ വേറെ 1-2 ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ട് ലൈക്ക് സ്പോൺസേഴ്സായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയി ടിക്കറ്റൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി 5-5:30 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് വ്ളോഗിലുണ്ടല്ലോ ഒരു ഷോപ്പിൽ പോയിട്ട് ചായ കുടിക്കണ സീൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഡൂസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഷോപ്പും കാക്കൂൻ്റെ കമ്പനിയിലത്തെ ഓണറിൻ്റെ ഷോപ്പ് തന്നെയാണ്. അപ്പം അവർക്കും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ മലാസ് ഏരിയയിലുള്ളവരാണെങ്കിൽ വെറുതെ വൈകുന്നേരം അവിടെ പോയിട്ട് ചായയും സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചൊക്കെ. കാരണം അവിടുത്തെ ആംബിയൻസും നല്ല അടിപൊളിയാണ്, പുറത്തേക്ക് ഇരിക്കാൻ പറ്റും. ആൻഡ് ചായയും നല്ല ടേസ്റ്റാണ് കേട്ടോ, ചായയും സ്നാക്സൊക്കെ. അപ്പം ഇതാണ് കേട്ടോ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റോൾ വന്നിരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രോഗ്രാം അങ്ങനെ തുടങ്ങുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പോയി സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഡാൻസ് അങ്ങനെ എന്തോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഏരിയയിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ആങ്കേഴ്സൊക്കെ വന്ന് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഈ പ്രോഗ്രാമിൽ വരുന്ന ഓരോരുത്തരെ പറ്റിയിട്ടും ഓരോരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണിക്കുകയാണ്. ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ലൈവായിട്ടൊരു പ്രോഗ്രാമിന് പോണത്. കുഞ്ഞു കുഞ്ഞു പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത്രയും വലിയ സെറ്റപ്പിൽ സ്റ്റേജും കാര്യങ്ങളും ലൈറ്റിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് ടൈമാണ് പോണത്. പിന്നെ ഹനാൻ ഷാൻ്റെ ഫാൻ ബേസിനെ പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ ആൾക്കാർ ഹനാൻ ഷാനെ കാണാൻ വേണ്ടിയിട്ട് വന്നവരൊക്കെ ആയിരുന്നു. അതല്ലാണ്ട് കുറച്ച് സിംഗേഴ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ എനിക്കറിയാം, കുറച്ച് പേര് അറിയില്ല. എന്തായാലും ഓരങ്ങനെ ഓരോരുത്തരും പ്രത്യേകം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഹനാൻ ഷാ, ഈച്ചു, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 ആൾക്കാർ. ഞാനും ഹനാൻ ഷാൻ്റെ പാട്ടൊക്കെ നല്ലോണം കേൾക്കലുണ്ട്, എനിക്ക് ഇഷ്ടമാണെല്ലാം. പക്ഷെ എനിക്ക് വ്ളോഗ്സും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ കാണലില്ല. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. പിന്നെ ഈ റീൽസും ഷോർട്സൊക്കെ കാണുമ്പോൾ വെറുതെ കുറേ ക്ലിപ്സ് വരുമല്ലോ, ഓൻ്റെ വ്ളോഗിലുള്ള കുറച്ച് ക്ലിപ്സ് അങ്ങനെ കാണിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ ക്ലിപ്സൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വ്ളോഗ്സ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കൊരു സിംഗർ എന്നുള്ള രീതിയിൽ ഹനാൻ ഷാനെ അങ്ങനെ അറിയുള്ളൂ. പക്ഷേ ഹനാൻ ഷാൻ്റെ വ്ളോഗ്സ് കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഈ വ്ളോഗ്സിൽ മാത്രം കണ്ട് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും. ഇപ്പം ഞാൻ വേറെ കുറേ ആൾക്കാർ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഓരോ പെട്ടെന്ന് നേരിട്ട് കാണുമ്പം അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആവില്ലേ നമ്മൾ. കാരണം ഡെയിലി നമ്മളൊരാളെ വീഡിയോ കാണുമ്പം നമുക്ക് ഒരായിട്ട് ഭയങ്കര എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള പോലെ, നമ്മളെ സ്വന്തം ആളെ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ നേരിട്ട് കാണുമ്പം അത് നല്ലൊരു അടിപൊളി ഫീൽ തന്നെ. കാരണം അതുകൊണ്ട് തന്നെ ഹനാൻ ഷാ സ്റ്റേജിൽ വന്നപ്പോൾ ഭയങ്കര ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഹായ്, ഹലോ, ഇങ്ങനെ വളരെയധികം അല്ലേ വ്ലോഗ്. നമസ്കാരം റിയാദ്, എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ട്. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കിതിൽ പാട്ടും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടുമില്ല. കാരണം ഫുള്ള് പാട്ട് തന്നെ ആണല്ലോ. കുറച്ച് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പരിപാടി എന്തായാലും നല്ല അടിപൊളിയാണ്, ഭയങ്കര കളറായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഓരോ സിംഗേഴ്സും ഓരോതായിട്ടുള്ള രീതിയിലുള്ള പാട്ടും കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ടൈപ്പിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര വൈബായിരുന്നു. ലൈക്ക് ഡാൻസും അങ്ങനെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് ഡാൻസ് ചെയ്യുന്നു. നമ്മൾ പിന്നെ കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ റിയാദിലുണ്ട് എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എത്ര പേര് വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേര് വന്നതെന്നൊന്ന് അറിയാനാണ്. അങ്ങനെ ഏകദേശം പ്രോഗ്രാമൊക്കെ പകുതി കഴിഞ്ഞപ്പോത്തിന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒച്ചയും വിളിയും ആർപ്പൊക്കെ ആയിരുന്നു. മൊത്തം നാട്ടിൽ നിന്ന് മഴ കൊണ്ട് റീൽസ് ഒക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ റിയാദിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും എനിക്കറിയാം ഫാമിലീസ് ഉണ്ട്. എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോത്തിന് തണുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയപ്പോത്തിന് പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് തീരുന്നതിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ ആയിട്ട് ഈ 4-5 സിംഗേഴ്സ് ഒരുമിച്ച് നിന്നിട്ട് മാഷപ്പ് പോലെ കുറച്ചധികം ഹിറ്റായിട്ടുള്ള പാർട്സൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്ത് പെട്ടെന്ന് പോവാം, ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ.